അയല സംഗമത്തിൽ മധ്യസ്ഥന്മാരായി കുപ്പായമിട്ട് വന്ന ചിലരുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ മധ്യസ്ഥന്മാർ ചെയ്യേണ്ടിയിരുന്നത്? ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഇന്നത് വസ്തുതയാണ്, ഇന്നത് വസ്തുതയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. മധ്യസ്ഥ കുപ്പായമിട്ട് വന്ന ആളുകളിൽ ഒരാളും അവർ അതിൽ മര്യാദക്ക് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധതയുടെ പക്ഷത്ത് നിന്നിട്ടില്ല. മറിച്ച് ചില ആളുകളെ പേരുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സൂചിപ്പിക്കുകയാണ്. ആ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ നല്ല പിള്ളകളായി വന്ന മുൻപന്തിയിൽ നിന്ന ഹാഷിം സ്വലാഹി, അതുപോലെ തന്നെ അതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത സലാഹുദ്ദീൻ നദീരി, രണ്ടുപേരും വാടാനപ്പള്ളി അത്തരിയയിലെ അധ്യാപകരാണ്. ഹാഷിം സ്വലാഹി സർക്കാർ സ്കൂളിലും ജോലി ചെയ്യുന്നു, അവിടെയും ക്ലാസ് എടുക്കുന്നുണ്ട്. സലാഹുദ്ദീൻ നദീരി അത്തരിയയിലെ ഇൽമു പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഈ രണ്ടാളുകളും എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്നാൽ എനിക്ക് മാത്രമല്ല എന്റെ കൂടെയുള്ളവരെന്ന് ആ ആളുകൾക്ക്, ഈ ഇരിക്കുന്നവർക്കൊക്കെ അക്കീദയിൽ മനഹജ് എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് അക്കീദയിലും മനഹജിലും പിഴവുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് നേരിട്ട് മുഖാമുഖം ശഫവിയായി ഹാഷിം സലാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടിയും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ സലാഹുദ്ദീൻ നദീരി എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മധ്യസ്ഥന്മാരാണെങ്കിൽ സംഘടിപ്പിക്കേണ്ടതും സ്വാഗതം പറയേണ്ടതും മാത്രമല്ല നിങ്ങളുടെ ബാധ്യത. എന്താണോ ചർച്ചയിൽ ബോധ്യപ്പെട്ടത് ആ സത്യം ജനങ്ങളെ അറിയിക്കുക എന്നത് മധ്യസ്ഥന്മാർ എന്നുള്ള നിലക്ക് മറ്റാർക്കും ഇല്ലാത്ത ഭാരിച്ച ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ആ സത്യം നിങ്ങൾ എന്നോട് പറഞ്ഞത് യാതൊരു കാര്യമില്ല. ഇതിന്റെ പേരിലാണ് ഇവിടെ സക്കരിയ സലാഹി വളർത്തിക്കൊണ്ടുവന്ന സലഫി കൂട്ടായ്മയിൽ ഭിന്നിപ്പുണ്ടായത്. ഈ ഭിന്നിപ്പില്ലാതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം ഇതാണ് വസ്തുത, ഇവിടെ അഖീദയിലോ മൻഹജിലോ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് അവർ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് പറയാത്ത കാലത്തോളം നിങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ലെന്നും ഇത് ഖിയാമത്ത് നാൾ വരെ പൊറുക്കുകയില്ലെന്നും ഈ രണ്ടാളുകളോട് നേർക്കുനേരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മരിച്ചാലും പൊറുക്കില്ല. പരലോകത്ത് വെച്ച് കാണാം. ഈ ഹക്ക് ബോധ്യപ്പെട്ട സത്യം ജനങ്ങളോട് പറയാതെ അഖീദയിലും മൻഹജിലും പിഴവ് സംഭവിച്ചുവെന്ന് വാതോരാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്കൊപ്പം നിന്ന് സംസാരിക്കുന്നവരെ കുറിച്ച് പറയാനുള്ളത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ആരോപിച്ചുവോ ആ ആരോപിതർക്കൊപ്പം തെളിയിക്കപ്പെടാത്ത നുണക്കുകൂടെ നിൽക്കുന്ന ഹാഷിം സലാഹിയും സലാഹുദ്ദീൻ നദീരിയും തത്തുല്യരായ കുറ്റവാളികളും പങ്കാളികളും അക്രമികളുമാകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും, ബോധ്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് അവിടെ തീർക്കാം എന്നാണ് പറയാനുള്ളത്.